ലോകത്തിലെ വേഗതയേറിയ തൊഴിലാളികൾ. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ കഴിവുകളുണ്ടാവും. അതെല്ലാം തന്നെ വ്യത്യസ്തമായ മേഖലകളിലുമായിരിക്കും. എന്നാൽ ചില വ്യക്തികൾ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് അവരുടെ ജോലിയിൽ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിയിലുള്ള വേഗതയും കൃത്യതയും മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുന്നിലായിരിക്കും. അതെല്ലാം കാണുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോവുകയും ചെയ്യും. അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ തങ്ങളുടെ ജോലി ചെയ്തു തീർക്കുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോഡ പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. എന്നാൽ അതിവേഗത്തിൽ ഇത്രയും ബോട്ടിലുകൾ പൊട്ടിക്കുക എന്നത് ഒരു സംഭവം തന്നെയാണല്ലേ. ബൾബുകൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ യന്ത്രങ്ങളുടെ സഹായമൊന്നും വേണ്ട. മെഷീൻ വേഗത്തിലാണ് ഈ പുള്ളി ഓരോ ബൾബും ടെസ്റ്റ് ചെയ്യുന്നത്. ടോയ്ലറ്റ് പേപ്പറുകൾ സ്പീഡിൽ കട്ട് ചെയ്ത് നിർമ്മിക്കുന്നത് കണ്ടില്ലേ. ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അപകടം സംഭവിക്കാവുന്ന ഒരു ജോലി തന്നെയാണിത്. എത്ര വേഗത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ ബലൂണുകൾ വീർപ്പിച്ച് ടൈ ചെയ്യുന്നത് എന്ന് നോക്കൂ. നിരന്തരം പരിശ്രമിച്ചാൽ കുട്ടികൾക്ക് പോലും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായില്ലേ. കൊട്ടകളിൽ നിറച്ച സിമന്റ് മേലെയുള്ള തൊഴിലാളികളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് കണ്ടില്ലേ. നല്ല കൃത്യതയും വേഗതയും ഉണ്ടെങ്കിലേ ഇതൊക്കെ സാധിക്കുമല്ലേ. മറ്റൊരിടത്ത് വേറെ 2 തൊഴിലാളികൾ സിമന്റ് മുകളിലേക്ക് എത്തിക്കുന്നതാണ് ഈ കാണുന്നത്. സിമന്റ് താഴെ വീഴാതെ വളരെ കൃത്യതയോടെയാണല്ലേ ഇവരിത് ചെയ്യുന്നത്. ചെമ്മരിയാടുകളിൽ നിന്ന് വേഗത്തിൽ കമ്പിളി വേർതിരിച്ചെടുക്കുന്ന ഈ മത്സരാർത്ഥികളെ കണ്ടില്ലേ. ഇതിലെ വിജയിയായ വ്യക്തി 26 സെക്കൻഡുകൾ കൊണ്ടാണ് ഈ ആടിന്റെ രോമം മുഴുവൻ ഷേവ് ചെയ്തെടുത്തത്. ഭക്ഷണങ്ങൾ ഗ്രിൽ ചെയ്യുമ്പോൾ കൃത്യസമയത്ത് മറിച്ചിട്ടില്ലെങ്കിൽ അത് കരിഞ്ഞുപോയി നമ്മുടെ ഡിഷ് തന്നെ കേടായി പോകും. എന്നാൽ ഇദ്ദേഹമാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പേടിയും വേണ്ട. അത്രയ്ക്ക് സ്പീഡിലാണ് ഈ പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് യന്ത്രങ്ങളില്ലാത്ത ചെറിയ ഫാക്ടറികളിൽ മനുഷ്യർ കൈകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്നാൽ ഇദ്ദേഹത്തിന്റെ കഴിവുണ്ടെങ്കിൽ പിന്നെ മെഷീന്റെ ആവശ്യമൊന്നും വേണ്ടിവരില്ല. അത്രയും കൃത്യതയോടെയാണ് ഇദ്ദേഹം ഇത് നടക്കുന്നത്. ഒരു ഹോട്ടലിലെ ജോലിക്കാരിയായി സ്ത്രീ റൊട്ടികൾ ചുട്ടെടുക്കുന്നത് കണ്ടില്ലേ. വളരെ വേഗത്തിൽ റൊട്ടികൾ ചട്ടകം കൊണ്ട് പറത്തിയാണ് പാത്രത്തിലേക്ക് നിറക്കുന്നത്. കയറിൽ തൂങ്ങി നിന്ന് പെയിന്റ് അടിക്കുന്നത് നമ്മൾ കണ്ടു കാണും. എന്നാൽ ഈ പെയിന്റർ കയറിൽ ഊഞ്ഞാലാടിയാണ് തന്റെ ജോലി വേഗത്തിൽ തീർക്കുന്നത്. ഇത്രയും സ്പീഡിൽ ഇദ്ദേഹത്തിന് ഇലകളെല്ലാം മുറിച്ചു കളയാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തിനാണല്ലേ വേറെ ഒരു യന്ത്രത്തിന്റെ ആവശ്യം. വിളവെടുത്ത തക്കാളികൾ ട്രക്കിലേക്ക് നിറക്കുന്നതാണ് ഈ കാണുന്നത്. അത്യാവശ്യം സമയമെടുക്കുന്ന ഈ ജോലി എത്ര എളുപ്പത്തിലാണല്ലേ ഇവർ ചെയ്തു തീർക്കുന്നത്. ഒരുപാട് പ്ലേറ്റുകൾ കഴുകാനുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിച്ചാൽ മതി. നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തു തരും. എന്നാൽ പൊട്ടുന്ന തരം പ്ലേറ്റുകൾ ആവരുതെന്ന് മാത്രം. ഈ ജോലിക്കാർ ഗ്ലാസ് വൃത്തിയാക്കുന്നത് കണ്ടില്ലേ. 2 പേരും എത്ര ഒത്തൊരുമയോടെയാണല്ലേ ഈ ജോലി ചെയ്ത് തീർക്കുന്നത്. ടേബിൾ ക്ലീൻ ചെയ്യുന്നതെല്ലാം നമ്മൾ സ്ഥിരമായി കാണുന്നതല്ലേ. എന്നാൽ ഇത്തരത്തിലൊരു ക്ലീനിങ് നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നത്. കറങ്ങുന്ന ഗ്ലാസ് ടേബിൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഒരു നാരങ്ങയൊക്കെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാം. എന്നാൽ ഒരുപാട് നാരങ്ങകൾ കട്ട് ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ പോലെ സൂപ്പർ ഫാസ്റ്റ് ആയാലേ പറ്റൂ. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വാളിറ്റി ചെക്കിംഗ് എന്നത്. എന്നാൽ ഇത്ര മനോഹരമായി വേഗത്തിൽ ചെക്ക് ചെയ്യുക എന്നത് ഒരു കഴിവ് തന്നെയാണ്. ഒന്നിച്ചു വച്ചിരിക്കുന്ന പ്ലേറ്റുകൾ എത്ര പെട്ടെന്നാണല്ലേ ഇദ്ദേഹം രണ്ടായി വേർതിരിക്കുന്നത്. സംഭവം കൊള്ളാമല്ലേ. ഇനി നമുക്ക് കുറച്ച് പാക്കിംഗ് വിദഗ്ധരെ കാണാം. അടുക്കി വെച്ച കസേരകൾ എത്ര പെട്ടെന്നാണല്ലേ ഇദ്ദേഹം നിരത്തിയിടുന്നത്. ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കൂ. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ബനാന ചിപ്സ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. വേഗതയുടെ കാര്യത്തിൽ നമ്മൾ മലയാളികളും ഒട്ടും പിന്നിലല്ല. ഈ പുള്ളിയുടെ കട്ടിങ് കണ്ടാൽ നമുക്ക് തന്നെ ടെൻഷൻ ആവുന്നല്ലേ. ഒരു പൊടിക്ക് മാറിയാൽ അദ്ദേഹത്തിന്റെ വിരൽ തന്നെ മുറിഞ്ഞു പോകും. ഒരു പൈനാപ്പിൾ തോട്ടത്തിലെ ജോലിക്കാർ ട്രക്കിലേക്ക് പൈനാപ്പിൾ എത്തിക്കുന്നതാണ് ഈ കാണുന്നത്. ഒത്തൊരുമയോടെ ജോലി ചെയ്താൽ ഏത് പണിയും നമുക്ക് വേഗത്തിൽ തീർക്കാനാകും. തണ്ണിമത്തൻ നല്ല രുചിയുള്ളൊരു ഫ്രൂട്ടാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ വലിപ്പം തന്നെയാണ്. എന്നാൽ ഈ പുള്ളിക്ക് അതിൻ്റെ ഭാരവും വലുപ്പവും ഒന്നും ഒരു വിഷയമേ അല്ല. അത്രയും ആയാസത്തിലാണ് ഇദ്ദേഹം തണ്ണിമത്തൻ ട്രക്കിലേക്ക് കയറ്റുന്നത്. ഹോട്ടലിലെ ഡൈനിങ് ടേബിളിൽ പ്ലേറ്റുകൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇവരിത് ചെയ്യുന്നതല്ലേ. എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ശരിയായ വേഗതയും കൃത്യതയും ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് സംഭവമാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.